നമസ്കാരം. കേരളത്തിലെ ബി.ജെ.പി പലതരത്തിലുമുള്ള ചില മാറ്റങ്ങളിലേക്ക് വരുന്നു എന്ന ചില സൂചനകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. സംസ്ഥാന നേതൃത്വം മാറുമോ ഇല്ലയോ എന്നതിലേക്ക് തന്നെ ചർച്ചകൾ എത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ആ രീതിയിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തിക്കൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ ബി.ജെ.പി ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു എന്നാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മേയർ സ്ഥാനത്തേക്ക് പ്രമുഖനായ ബി.ജെ.പി നേതാവ് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരനെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എത്താനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ. നമുക്കറിയാം, നേരത്തെ തന്നെ വി മുരളീധരൻ തിരുവനന്തപുരവുമായി അടുത്ത് നിൽക്കുന്ന ആളാണ്. അടുത്തിടെ അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ കൃത്യമായി കേന്ദ്രമന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് നടത്തിയിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ തവണ കഴക്കൂട്ടത്ത് അദ്ദേഹം മത്സരിക്കുകയും വലിയ രീതിയിൽ വോട്ട് വിഹിതം ഉയർത്തുകയും വലിയ ഒരു തെരഞ്ഞെടുപ്പ് മത്സരം കഴക്കൂട്ടത്ത് കാഴ്ചവെക്കാൻ വി മുരളീധരന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, തൊട്ടടുത്ത ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വലിയൊരു മുന്നേറ്റം അവിടെയും വി മുരളീധരൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ മുൻനിർത്തിയാണ് മേയർ സ്ഥാനത്തേക്ക് വി മുരളീധരനെ പരിഗണിച്ചുകൊണ്ട് കോർപ്പറേഷൻ പിടിക്കാനുള്ള ഒരു ആസൂത്രണം ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. അതായത് കഴക്കൂട്ടം മേഖലയിൽ വി മുരളീധരൻ ഉണ്ടാക്കിയ ഒരു മുന്നേറ്റമുണ്ട്. ആ ഒരു കഴക്കൂട്ടം ബെൽറ്റിൽ കൃത്യമായി ചില വാർഡുകൾ CPM-ൽ നിന്നും പിടിച്ചെടുക്കാനുള്ള തന്ത്രം കൂടി ഇതിന് പിന്നിലുണ്ട്. അത്തരം വാർഡുകൾ, അതായത് കഴിഞ്ഞ തവണ 35 സീറ്റുകളാണ് കോർപ്പറേഷനിൽ ബി.ജെ.പിക്ക് ലഭിച്ചത്. അത് ഇത്തവണ വർദ്ധിപ്പിച്ചുകൊണ്ട് ഭരണം പിടിക്കാനുള്ള തന്ത്രം, അതായത് കഴിഞ്ഞ തവണ ലഭിക്കാതിരുന്ന സീറ്റുകൾ കൂടി ഇത്തവണ പിടിച്ചെടുക്കാൻ തന്നെയാണ് ബി.ജെ.പി ശ്രമിക്കുന്നത്. കഴക്കൂട്ടത്തടക്കം വി മുരളീധരനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പ് മുന്നോട്ട് നയിച്ചാൽ കൃത്യമായും അത്തരം സീറ്റുകൾ ലഭിക്കുമെന്ന ഒരു ശുഭ പ്രതീക്ഷയാണ് ബി.ജെ.പിക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മേയർ സ്ഥാനത്തേക്ക് വി മുരളീധരനെ ഉയർത്തിക്കാട്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് ബി.ജെ.പി ഇപ്പോൾ ഉയർത്തുന്നത്. എന്തായാലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കാനുള്ള ഈ ഒരു തന്ത്രവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇത് ഔദ്യോഗികമായി ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു നീക്കം ഔദ്യോഗികമായി ബി.ജെ.പി സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അത്തരത്തിലുള്ളൊരു നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജയസാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു സ്വകാര്യ ഏജൻസിയുടെ ഒരു സർവേ ഇതിനുവേണ്ടി നടത്തി എന്നതും ശ്രദ്ധേയമാണ്. അത്തരത്തിലുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ വേണ്ടി ഒരു അപ്രതീക്ഷിത നീക്കമാണ് ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്.